കാഴ്ച സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ റെറ്റിനയാണ് ഡാമേജ് വരുന്നത്. റെറ്റിന ഒരു ഞരമ്പാണ്. നമ്മൾ ശരീരത്തിലെ ഏത് ഞരമ്പാണെങ്കിലും ഒരു പ്രാവശ്യം ഡാമേജ് വന്നാലും നമുക്കത് 100% റിവേഴ്സിബിൾ അല്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജിൽ അങ്ങ് അറസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ പ്രോഗ്രസ് ചെയ്യാതെ നോക്കുക എന്നൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. റെറ്റിനോപ്പതി എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാതെ, എത്രത്തോളം സിവിയറായിട്ട് നമുക്ക് ഡയബറ്റിസ് ഉണ്ടോ, എത്രത്തോളം കാലം നമുക്ക് ഡയബറ്റിസ് ഉണ്ടോ, ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇത് എത്രത്തോളം കൂടുതലാണോ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡെവലപ്പ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങാനും ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ എന്നാണ് ഒരു കാര്യം. രണ്ടാമത് ഒരു പ്രോപ്പർ സ്ക്രീനിങ് ആൻഡ് പ്രോപ്പർ ചെക്കപ്സ്. നമ്മൾ സാധാരണ ഒരു ടൈപ്പ് 2 ഡയബറ്റിസ് മെലൈറ്റിസിൽ നമ്മൾ ആ ഡയഗ്നോസിസിൻ്റെ ടൈമിൽ തന്നെയാണ് ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ്ങിന് വിളിക്കുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി ഇൻ കേസ് ഇല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യണം. ഇൻ കേസ് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ട്, മൈൽഡ് ആയിട്ടോ അല്ല മോഡറേറ്റ് ആയിട്ടോ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ 3 to 4 months ഡിപ്പെൻഡിങ് ഓൺ ദി സിവിയറിറ്റി ഒരു റിവ്യൂവിന് വിളിക്കും. അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ചിലപ്പം ആദ്യമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഏർലി സ്റ്റേജസിൽ, പക്ഷേ അത് സിവിയർ ആവുന്നതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഡിലേ ചെയ്യരുത്. ഞരമ്പിലാണ് ഡാമേജ് വരുന്നത്. പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണമായിട്ട് ഒരു വ്യത്യാസം ചിലപ്പം കാണുന്നില്ല, പക്ഷേ നമ്മൾ ഞരമ്പ് നോക്കുമ്പോഴായിരിക്കും അത് പ്രോഗ്രസ് ചെയ്തത് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് വരാൻ പറയുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ ഡയബറ്റിസ് പേഷ്യൻസും അവരുടെ കണ്ണുകൾ റെറ്റിനോപ്പതിക്ക് വേണ്ടി ചെക്ക് ചെയ്യേണ്ടതാണ്, പവർ നോർമൽ ആണെങ്കിലും അല്ലെങ്കിലും, അല്ലേ? അതെ. 2035 ആകുമ്പോഴത്തേക്ക് WHO ഡേറ്റ പ്രകാരം പകുതിയിലേറെ ആൾക്കാരും ഡയബറ്റിസിൻ്റെ ഹൈ റിസ്ക് കാറ്റഗറിയിലോ പെടും. ഇപ്പോൾ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഡയബറ്റിസ് വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏറെക്കുറെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അത് ചെയ്യാനും സാധ്യമാണ്. ഡയബറ്റിസിൽ മാത്രമല്ല, ഫാറ്റി ലിവർ, ഹൈപ്പർ ടെൻഷൻ, PCOD, പിന്നെ അമിതവണ്ണം, ഇതിലെല്ലാം ഇത് സാധ്യമാണ്. എൻഡോക്രൈനോളജിസ്റ്റ് മുതൽ കാർഡിയോളജിസ്റ്റ് അടങ്ങിയ ഒരു ഡോക്ടേഴ്സിൻ്റെ ടീം തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാമാണിത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.